ഹലോ ഫ്രണ്ട്സ്, ബോൾസ് ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇലക്ട്രോണിക്സ് വീഡിയോ എന്ന് പറയുന്നത് ആംപ്ലിഫയറുകളെ കുറിച്ചാണ്. ആംപ്ലിഫയറുകൾ നിരവധി അസംബിൾഡ് ചെയ്ത ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 2.1, 4.1, 5.1 സ്റ്റീരിയോ ബോർഡുകൾ, മോണോ ബോർഡുകൾ എല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് മാർക്കറ്റിൽ കിട്ടുന്ന ബോർഡുകൾ മിക്കതും ക്വാളിറ്റി കുറഞ്ഞ, അതായത് ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഒത്തിരി കുറവുള്ള ബോർഡുകളായിരിക്കും നമ്മൾ കിട്ടുന്നത്. നമുക്ക് ക്വാളിറ്റിയുള്ള ഒരു ബോർഡ് സ്വന്തമായിട്ട് എങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു ആംപ്ലിഫയർ നിർമ്മിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു സർക്യൂട്ട് ആവശ്യമാണ്. ആംപ്ലിഫയറിന്റെ സർക്യൂട്ടുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒത്തിരി സർക്യൂട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കമ്പോണന്റ് ഒക്കെ വാങ്ങി അസംബിൾ ചെയ്തെടുത്താൽ അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള സർക്യൂട്ടുകൾ അസംബിൾ ചെയ്ത് നോക്കി നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളിലേക്ക് ഗൂഗിളിൽ നിന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത സർക്യൂട്ടാണിത്. ഇത് 30 വാട്ട്സ് ഔട്ട്പുട്ട്, 8 ohms 30 വാട്ട്സ് ഔട്ട്പുട്ട്, 18 DC വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഇത് അസംബിൾ ചെയ്ത് നോക്കി എങ്ങനെയാണ് ക്വാളിറ്റി എന്ന് നമുക്ക് വിലയിരുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എങ്ങനെയാണ് ഈ ആംപ്ലിഫയർ ബോർഡ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് ആ സർക്യൂട്ടിനെ ഞാനൊരു മാർക്ക് പെൻ ഉപയോഗിച്ച് ഒരു കോപ്പർ ക്ലാഡിൽ വരച്ചെടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഡിസൈനിങ് അല്ല, ഇത് കൈകൊണ്ട് വരച്ചതാണ്. ഇതിൽ കമ്പോണന്റ് ഇട്ട് നമുക്ക് സോൾഡർ ചെയ്ത് അസംബിൾ ചെയ്ത് എടുക്കാം ബോർഡ്. അതിനുശേഷം അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക. ഇപ്പോൾ ഫ്രണ്ട്സ്, ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്തെടുക്കാൻ പോകുന്ന ഈ സർക്യൂട്ട് ഉപയോഗിച്ചാണ്. ഇതിൽ പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാവുന്നത് 5200A2SA 1943. ഈ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. അപ്പോൾ ലോഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്നത് C4733A1837. 1837 ഉപയോഗിക്കുമ്പോൾ 1 ohms, 1943 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ 47 ohms ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പവർ ട്രാൻസിസ്റ്റർ 2 ഇതിൻ്റെ പ്രീയും ഡ്രൈവും വരുന്നത് ഈ ട്രാൻസിസ്റ്ററാണ്. 547, 556, 41, 48 ഡയോഡ്, 1 ohms 2 watt റെസിസ്റ്റൻസ്, 10 ohms റെസിസ്റ്റൻസ്, 4K 7 റെസിസ്റ്റൻസ്, 56K, 47K, 100K, 1K 5, 271 PF, 104 പോളിസ്റ്റർ, 10 MFD, 63 വോൾട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, പിന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത PCB. കമ്പോണൻസ് എല്ലാം ഇട്ട് സോൾവ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ അസംബ്ലി കഴിഞ്ഞിരിക്കുകയാണ്, PCB അസംബ്ലി. അപ്പോൾ ഇതിന് പവർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ അഡീഷണലായിട്ട് ചേർത്തിട്ടുള്ളത് ഈ ഒരു ഡയോഡും ഈ ഒരു കോയിലുമാണ്. കോയിൽ ഇവിടുന്ന് ഒരു കോയിൽ സ്പീക്കറിൽ കൊടുത്തേക്കണമെന്നേ ഉള്ളൂ, ഇല്ലാതെയും കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഒരു ഡയോഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആണ്, 16 വോൾട്ട്. ഇത്രയാണ് വ്യത്യാസമല്ല, ഒരു ഫിൽറ്ററിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡയോഡ് ഇട്ടിട്ട് ഇവിടെ 22 MFD 53 വോൾട്ട് ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോയിലും ഈ സർക്യൂട്ടിൽ നിന്ന് അഡീഷണൽ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതില്ലാതെ നമുക്ക് സ്പീക്കർ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ പവർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബോർഡിൽ പവർ കൊടുത്ത് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർ 14014 1 ആംപിയർ ട്രാൻസ്ഫറാണ്. ചെക്കിങ് ഇത് നോക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ 2 ആംപിയറോ 3 ആംപിയറോ കൊടുക്കാം. ഇത് ഡുവൽ പവർ സപ്ലൈ ആണ്, കോൺ PCBയിൽ ചെയ്തത്. കമ്പോണൻസ് എല്ലാം ഉണ്ട്. ആംപ്ലിഫയർ ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. 25 മുതൽ 30 വാട്ട് വരെ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ആംപ്ലിഫയറാണിത്. അപ്പം ഇതിൽ ഇൻപുട്ട് കണക്ഷനൊക്കെ കൊടുത്ത് സ്പീക്കർ 8 ohms 50 വാട്ടാണ്, മാക്സിമം 80 വാട്ട് വരെ കൊടുക്കാം. അതിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പാട്ടോ മ്യൂസിക്കോ പ്ലേ ചെയ്ത് നോക്കാം, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ഉടനെ തന്നെ കാണാം. ബൈ.